Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Assalatu wassalamu ala asyrafir rasul wa ala alihi wa sahbihi ajma'in, amma ba'd. ഏറ്റവും ബഹുമാനാദരവുള്ള ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഈ മുസാബക്ക എന്ന പരിപാടിയിൽ എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ എനിക്ക് പങ്കെടുക്കാൻ വിധിയില്ല. സർവശക്തനെ ആദ്യം ശ്രമിക്കട്ടെ. അൽഹംദുലില്ലാ. എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ പറയാനുള്ള വിഷയം എന്നാൽ കണ്ണീരിൽ കുതിർന്ന ഫലസ്തീനെ കുറിച്ചാണ്. എനിക്കറിയാം ഫലസ്തീനെ കുറിച്ച് ധാരാളം പറയേണ്ടതില്ല എന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നമ്മുടെ മുസ്ലിം രാജ്യമായ ഫലസ്തീനിനെ ജൂതന്മാരുടെ രാജ്യമായ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗസയുടെ മാരടത്തിൽ പൊതിഞ്ഞു വീഴുന്ന പിഞ്ചോമന മക്കളെ കുറിച്ച് സംസാരിക്കാൻ എന്തുകൊണ്ടാണ് ലോകത്തിന് കഴിയാത്തത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നാം എല്ലാവരെയും മുന്നിൽ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒക്കെ പാഴാക്കി കളയുന്നു. അവിടെ ഫലസ്തീനികൾ ഒന്നുമില്ലാതെ നിത്യേന അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഫലസ്തീനികൾക്ക് വസ്ത്രവും വെള്ളവും ഒക്കെ വരുന്ന വഴികൾ ജൂതന്മാരുടെ രാജ്യമായ ഇസ്രായേൽ അടച്ചു കഴിഞ്ഞു. അവരൊരു തുള്ളി വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്. ജൂതന്മാരുടെ രാജ്യമായ ഇസ്രായേൽ 1948 മെയ് 14 പോലും ലോകത്തിന്റെ ഭൂപടത്തിലില്ല. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫലസ്തീൻ ലോകത്തിന്റെ ഭൂപടത്തിലുണ്ട്. എന്നിട്ടടക്കം ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് എങ്ങനെയാണ് ഫലസ്തീനെ രക്ഷിക്കാമെന്നത്? നാം എല്ലാവരും മുസ്ലിമുകളാണ്. 5 വക്ത് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, ഫലസ്തീനെ സംരക്ഷിക്കണേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ സ്വീകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനികളെ ഇസ്രായേലിന്റെ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.